السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, നമ്മൾ ഇന്ന് മുതൽ പുതിയ പാഠം, അതായത് പുതിയ ജുസ് ആരംഭിക്കുകയാണ്. തബാറക് ജുസ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല രീതിയിൽ അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അമ്മ ജുസ് പോലെ തന്നെ ഖുർആൻ നോക്കി മാത്രം ഓതാൻ വേണ്ടി, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതോടൊപ്പം തന്നെ മനപ്പാഠം പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അമ്മ ജുസു പലരും, അത് നമ്മുടെ പാഠത്തിലുള്ളവരൊക്കെ അമ്മ ജുസു നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ കാണാതെ പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ജുസുവും, തബാറക് ജുസുവും അപ്രകാരം തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ നിന്നും പ്രയോജനം എടുക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. തബാറക് ജുസു ആരംഭിക്കാൻ പോവുകയാണ്. അതിലെ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് മിക്കവാറും എല്ലാ പേർക്കും അറിയാവുന്ന സൂറത്താണ്. മഗ്രിബ് ഇശാക്ക് ഇടയ്ക്ക് ഓതാറുള്ള സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഖബറിലെ അദാബിൽ നിന്നും, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ അദാബിൽ നിന്നും നാം ഏവരെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇനി പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. تبارك الذي ലാമിനെ കട്ടിയാക്കുക, മണിക്കാൻ പാടില്ല. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി, അലാ ഐനാണ് തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുല്ലി, ആ ലാമും കട്ടിയാക്കുക, മണിക്കാൻ പാടില്ല. ഇത് യായാണ്, യായ കട്ടിയാക്കരുത്. ഷെയ്
എന്നോ എന്ന് നീട്ടുകയോ ചെയ്യരുത്. പെട്ടെന്ന് ഓതിപ്പോകണം. ഷൈഇൻ 2 കസ്റാണ്, ഇരട്ട കസ്ർ, തൻവീൻ. അവിടെ മണിക്കണം, അതിനെ മൂക്കിൽ മറച്ച് മണിക്കണം. കാരണം ഇഖ്ഫാഇൻ്റെ നിയമമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മൂക്കിൽ മറച്ച് മണിക്കുക. കാരണം തൻവീനു ശേഷം ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമായ ഖാഫാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ തൻവീനിനെ മൂക്കിൽ മറച്ച് മണിക്കണം. അതുപോലെ ഖദീർ എന്നല്ല, ഖദീർ. റായെ മുഴപ്പിക്കാതെ വേണം ഉച്ചരിക്കാൻ. നിർത്തുമ്പോൾ അങ്ങനെ വേണം നിർത്താൻ, സുക്കൂൻ കൊടുത്ത്. ഖദീർ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് ഖാഫാണ്, ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഷൈഇൻ ഖദീർ എന്ന് കാഫ് ഉച്ചരിച്ച് പോകുന്നതാണ്. الذي خلق الموت خلق ഖാഫ് മുഴപ്പിക്കണം, ഖായും ഖാഫും. ഖലഖൽ മൗത, മൗ വാവ് സുക്കൂൻ. അവിടെയും വാവ് മൗ നീട്ടാനും പാടില്ല, മൗ എന്ന് കട്ടിയാക്കാനും പാടില്ല. الذي خلق الموت والحياة حياة എന്ന് വേണം ഉച്ചരിക്കാൻ. ഹായാണ്, തൊണ്ടയുടെ നടുക്ക് നിന്നു. ലിയബ്ലുവക്കും, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു തൊണ്ടയുടെ നടുക്ക് നിന്നു. അഹ്സനു അമല, ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണം. അഹ്സനു അമല. വഹുവൽ അസീസുൽ ഗഫൂർ. വഹുവൽ, ഈ ഹാടെ മുകളിലുള്ള വമ്മ് ഹു പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ ഹാക്ക് സുക്കൂൻ കൊടുത്തു പോകും. അല്ല, വഹുവൽ അസീസുൽ ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നു. അസീസുൽ ഗഫൂർ ഗൈൻ വഹുവൽ അസീസുൽ ഗഫൂർ. ഇന്ന് ഈ 2 ആയത്തുകളാണ് നമ്മുടെ പാഠം. ഈ 2 ആയത്തുകൾ ശ്രദ്ധിക്കുക. ഞാനൊരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണ്, പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.